നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റി അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് എല്ലാം ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. ഏൺ ചെയ്യുന്നതാണ് നമ്മുടെ സ്ട്രാറ്റജി. നിഫ്റ്റി അനാലിസിസ് എടുക്കാം. ഫസ്റ്റ് നിഫ്റ്റി ചാർട്ട് ഞാൻ ആക്ച്വലി കുറച്ച് ബിസി ആയിരുന്നു ലാസ്റ്റ്. ഇന്നലത്തെ വീഡിയോനെ ഉണ്ടാക്കിയില്ല. ബട്ട് ഞാൻ ഇന്ന് മോർണിംഗിൽ ഒരു റീൽ ഉണ്ടാക്കിയിട്ട് ഷെയർ ചെയ്തായിരുന്നു. റീൽസ് ചെറിയൊരു ഷോർട്ട് അനാലിസിസ് ആയിരുന്നു. നിഫ്റ്റിയുടെ മാത്രം ഉണ്ടായിരുന്നു. അത് മസ്റ്റായിട്ട് കാണുന്നു, അപ്പോഴേ അത് പിക്ചർ ക്ലിയർ ആവുള്ളൂ. ഓക്കെ. ആൻഡ് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഈ ഒരു ചാനൽ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. ഓൾറെഡി ലാസ്റ്റ് വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ഒരു ചാനലാണ് ഇന്ന് ബ്രേക്ക് ഡൗൺ ആയി വീണ്ടും അപ്സൈഡ്. ഓക്കെ, വീണ്ടും ചാനലിൻ്റെ അകത്തോട്ട് കയറ്റി വരും. എന്തിന് റീസൺ എന്താണ്? ദാറ്റ് മീൻസ് നമ്മുടെ ഡിസ്കഷൻ എത്ര ദിവസമായിട്ടുണ്ടായിരുന്നു. ഇവിടെ 1, 2 and 3യുടെ ചാനലായിരുന്നു ഓവറോൾ മറ്റേത്. ആൻഡ് ഈ ബിഗർ ടൈം ഫ്രെയിമിൻ്റെ ചാനൽ ആൻഡ് ഓവറോൾ സ്ട്രക്ചർ 4ത്തിലാണ് വരുള്ളൂ ഞാൻ പറഞ്ഞായിരുന്നു. ഫോൾ വരികയാണെങ്കിൽ 4ത്തിൻ്റെ ഫോൾ വരുള്ളൂ. ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഫ്രം 400 ഓക്കെ എക്സാക്ട്ലി. ഓക്കെ, സോ നമ്മുടെ ഇനി നെക്സ്റ്റ് താഴത്തെ ലെവൽസ് വരുന്നത് സപ്പോർട്ട് ലെവൽസ് ആണ്. 25,050 and 930. ഇത് ഇത്രയൊക്കെ ലെവൽസാണ് വരുന്നത്. ഫസ്റ്റ് നമുക്കത് മാർക്ക് ചെയ്യാം. ഇതും സപ്പോർട്ട് സോണാണ് ബിഗർ ടൈം ഫ്രെയിമിൻ്റെ. ഓക്കെ, ഇതും ആൻഡ് മറ്റേതും ഇത് 930. ഓക്കെ, സോ ഇനി വരുന്ന ഫോൾ 930 ഇതിൻ്റെ ബിലോ പോകാൻ പാടില്ല. ഇതിൻ്റെ ബിലോ സസ്റ്റെയിൻ ആവാൻ പാടില്ല. ഇതിൻ്റെ ബിലോ പ്രൈസ് പോയിട്ട് പെട്ടെന്ന് തിരിച്ച് വന്നാൽ ഓക്കെ. അല്ലെങ്കിൽ ഇതിൻ്റെ ബിലോ ഇനി പോയാൽ പിന്നെ വീക്ക്നെസ് തുടങ്ങും, ഫെർദർ ഡൗൺ സൈഡ് തുടങ്ങും. പിന്നെ ഈ പോയ റേലിയൊക്കെ വേസ്റ്റായി പോകും. അതാണ് ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, സോ ബിഗർ ടൈം ഫ്രെയിമിൻ്റെ അനാലിസിസ് ഇതാണ്. ആൻഡ് സ്മോൾ ടൈം ഫ്രെയിമിൽ ഞാനിപ്പോൾ പറഞ്ഞുതരാം ഇന്ന് എന്തിനാണ് ഇത് ബൗസ് വന്നു. റൈറ്റ്, ഇത് ഞാൻ ഇന്ന് മോർണിംഗ് ആ റീൽസിൽ ഷെയർ ചെയ്തായിരുന്നു. റീൽസ് നമ്മൾ ഇട്ടായിരുന്നു. ഞാൻ ഇത് റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്. ഇത് 1, 2യുടെ മൗണ്ട്സ് ആൻഡ് 3യുടെ ഫുൾ ചാനലാണ് കാണുന്നത്. സോ 3യുടെ ചാനൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ്റ്റൻഷൻ ഫിബൊനാച്ചി വെച്ച് നിങ്ങൾ നോക്കണം. അതാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്. നമ്മുടെ എക്സ്റ്റൻഷൻ ഫിബൊനാച്ചി വെച്ച് നോക്കുന്നത്. ഇതാണ് ചാനലിൽ ഞാൻ ഷെയർ ചെയ്തായിരുന്നു ഈ വീഡിയോയിൽ ചാനലിലേക്ക് ഇതൊക്കെ എല്ലാം എക്സാക്ട്ലി പ്രൈസ് വന്നു. ഇവിടെ നിന്ന് പ്രോപ്പർലി സപ്പോർട്ട് എടുത്തിട്ടാണ് താഴെ വന്നു. കണ്ട, സപ്പോർട്ട് എടുക്കുന്നു വീണ്ടും ഇത്ര തവണ ഇവിടെ സപ്പോർട്ട് എടുത്ത്. സോ ബ്രേക്ക് ഡൗൺ കിട്ടുന്നില്ല. ബ്രേക്ക് ഡൗൺ കിട്ടിയാലും ശ്രദ്ധിക്കുക, ബ്രേക്ക് ഡൗൺ കിട്ടിയാൽ സഡൻ പ്രൈസ് തിരിച്ച് മുകളിലേക്ക് തന്നെ കയറുകയുള്ളൂ. മനസ്സിലായോ? കാരണം എന്ന് വെച്ചാൽ പ്രൈസ് അങ്ങനെ ബ്രേക്ക് ഡൗൺ ഓർ ബ്രേക്ക് ഔട്ട് അങ്ങനെ തരാറില്ല യൂഷ്വലി ചാനലിൻ്റെ. നമ്മൾ അത് പ്ലേ ചെയ്യാനേ പാടില്ല, ശ്രദ്ധിക്കാനുള്ളതാണ്. സോ ഓപ്പോസിറ്റ് തിരിച്ച് ഒരു ബൗൺസ് വന്നു. ഓക്കെ, ഈ ബൗൺസ് ഇവിടെ വന്നു ആൻഡ് ഈ ചാനലിൻ്റെ ബ്രേക്ക് ഔട്ട് പോലെ കാണിച്ചു. ബട്ട് ഇത് റെസിസ്റ്റൻസ് ആണ്. എന്തിനെ റെസിസ്റ്റൻസ് ആണ്? ഇപ്പം നമ്മളിപ്പോൾ കൗണ്ട് ചെയ്യുന്നത് ഇത് ഫുള്ള്, ഇത് നമ്മൾ കൗണ്ട് ചെയ്യുന്നത് ഇവിടുന്ന് 1, 2, ഇത് ഫുൾ 3 ആണ്. 4ത്തിൻ്റെ ബൗൺസാണ് ഇത് വന്നേക്കുന്നത്. അപ്പോൾ ഫുള്ള് ഈ സ്മോൾ ടൈം ഫ്രെയിമിൻ്റെ ആണ്. ഇപ്പോൾ സ്മോൾ ടൈമിൽ താഴേക്ക് വരുന്ന ഫോളിൽ ഫുൾ ഇവിടുന്ന് ഇവിടെ വരെ ഈ ലെഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ 50% റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. 4ത്തിൻ്റെ ബൗൺസാണ് ഇത് വന്നത്. കണ്ടോ, 25,260. അത് ഇന്ന് മോർണിംഗ് ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്തു. ഇന്നത്തെ വീഡിയോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് പ്രോപ്പർ ഷെയർ പ്രൈസ് പ്രോപ്പർലി 25,300 സംതിങ് അങ്ങനെ റെസിസ്റ്റൻസ് ഇതിൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ ആണെങ്കിൽ മാത്രമേ ഞാൻ ബുള്ളിഷിലേക്ക് മാറുള്ളൂ. അല്ലെങ്കിൽ പ്രൈസ് ബുള്ളിഷ് അല്ല. ഓക്കെ, സോ ഇത് ജസ്റ്റ് ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് കാണിച്ച് വീണ്ടും താഴേക്ക് പോകണം. എന്ന് വെച്ചാൽ അതാണ് അനലൈസിസ്. ശ്രദ്ധിക്കുക, ഇഷ്യൂ ഉണ്ടാകും. കാരണം വെച്ചാൽ ഇത് തേർഡ് വേവ് ചാനൽ തേർഡ് വേവ് ഈ താഴേക്ക് വരുന്ന മൂവ് ഉണ്ട്, താഴേക്ക് വരുന്ന ഫോൾ അത് ചാനലിലായിരുന്നു, എക്സ്റ്റെൻഡിലായിരുന്നു. ഓക്കെ, എക്സ്റ്റൻഷനിലാവുമ്പോഴത്തേക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും. ഈവൻ എനിക്കും ആദ്യമേ എനിക്ക് പിടി ഒന്നും കിട്ടാറില്ല. നമുക്ക് ആർക്കാലും എലിറ്റ് വേവ് തിയറി നമ്മൾ പഠിച്ച ആളുകൾക്ക് നമുക്ക് പെട്ടെന്ന് അത് ഫോം ആയി കഴിഞ്ഞിട്ട് ശരിക്കും അത് നമുക്ക് പിടികിട്ടുള്ളൂ. അപ്പോഴാണ് എനിക്കും ഇത് മനസ്സിലായി, യെസ് ഇത് ചാനലിലാണ്, എക്സ്റ്റൻഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ആൻഡ് ദെൻ അത് കഴിഞ്ഞിട്ട് ഇന്ന് 4ത്തിൻ്റെ ബൗൺസ് ഇത് കണ്ടു. ആൻഡ് 50% പോകാൻ പാടില്ല. ഫോൾ വരുന്ന ഫോൾ എക്സ്റ്റൻഷനിലാണെങ്കിൽ ബൗൺസ് വരുന്നത് അത് മാക്സിമം 50% വരാവുള്ളൂ. ഇൻ കേസ് അതിൻ്റെ അബവ് പോയാൽ 50% അബവ്, സോ പ്രൈസ് ബുള്ളിഷ്നെസ് ആയി, അപ്പോൾ ബുള്ളിഷിലേക്ക് മാറും. അപ്പോൾ ഇനി നാളത്തേക്ക് നമുക്ക് എന്താണ്? നാളത്തേക്ക് ഇതിൻ്റെ അബവ് ഇനി 25,000 ഇന്നത്തെ ഹൈ ഇതിൻ്റെ അബവ് പ്രൈസ് പോവുകയാണെങ്കിൽ നമുക്ക് ബുള്ളിഷ്നെസ്. ഓക്കെ, ഇതിൻ്റെ അബവ് 25,260 എന്നിട്ട് നമ്മൾ ബുള്ളിഷ് ആവുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും ഈ 5ത്തിൻ്റെ ഫോളാണ് ഇപ്പോൾ താഴേക്ക് വരുന്നത്. ഓക്കെ, ആ 5ത്തിൻ്റെ ഫോളിൻ്റെ ടാർഗറ്റ് എന്തായിരിക്കും? ഇന്നത്തെ ലോ ഇത് സപ്പോർട്ടാണ്. ഇപ്പോൾ ഇനി മറ്റ് അതുകൂടി മാർക്ക് ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ വിട്ടുപോയി നമ്മുടെ അത് ഈ ഒരു ഫുൾ ലെഗ് ഞാനിപ്പോൾ മാർക്ക് ചെയ്യട്ടെ വീണ്ടും.
ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് 25,050 ഈ ഒരു ലെവൽ. ഓക്കെ, സോ 2 സപ്പോർട്ടാണ് നാളെ നമുക്ക് ഇവിടെ അടുപ്പിച്ച് കിട്ടുന്നത്. ദാറ്റ് മീൻസ് പ്രൈസ് ഇപ്പോൾ വരുന്നത് 5th ഫോളിലേക്ക് വരുവാണെങ്കിൽ, കൺഫർമേഷൻ ഇല്ല, നാളെ വരുവാണെങ്കിൽ. ഇപ്പോൾ ഞാൻ കൗണ്ട് ചെയ്യുന്നത് എക്സാക്ട്ലി ഇങ്ങനെ 1 2, ഇത് ഫുൾ 3 ചാനലിലായിരുന്നു, ഫുൾ 3 ആയിരുന്നു. 4th ബൗൺസ് വന്നു, ഇനി പ്രൈസ് വീണ്ടും 5th വരും. 5th ഇവിടെ വരെ നിൽക്കുമോ, അല്ലെങ്കിൽ ഈ 3rd പോലെ ഈ 3rd ഉണ്ടല്ലോ, ഇത് എക്സ്റ്റൻഷനിലായിരുന്നു, ഇത് കൊണ്ട് എക്സ്റ്റൻഷൻ. സോ മേ ബി ചാൻസസ് ഉണ്ട് 5th എക്സ്റ്റൻഷനിലേക്ക്. 5th ഇവിടെ വരെ, അല്ലെങ്കിൽ ഈ വേവ് എപ്പോഴും 2 വേവ് എപ്പോഴും ഈക്വൽ ഉണ്ടാവും. സോ 1 ഫോൾ കുറച്ചുണ്ടായുള്ളൂ, 3rd ഫോൾ കൂടുതലാണ്. സോ ഇനി വരുന്ന 4th അല്ലെങ്കിൽ 1 ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ 3rd ഈക്വൽ ആയിരിക്കും. സോ 1 ഈക്വൽ ആണെങ്കിൽ ഇവിടെ തന്നെ എവിടെയെങ്കിലും തീരും. 3rd ഈക്വൽ ആണെങ്കിൽ പ്രൈസ്, മനസ്സിലായല്ലോ, കൂടുതൽ എനിക്കൊന്നും പറയാനില്ല, എത്ര വരെ പോകും. ഈക്വൽ എക്സാക്റ്റ് പിൻ പോയിൻ്റ് അല്ല, ഓൾമോസ്റ്റ് ഈക്വൽ ഉണ്ടാവും. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. പഴയ വീഡിയോസ് നോക്കണം, ക്രോസ് ചെക്ക് ചെയ്യണം. എലിറ്റ് വ്യൂ തിയറിയാണ്, നല്ല ഒരു പ്രോപ്പർ ഒരു കോഴ്സ് ആയിരിക്കും ഇത് അപ്കമിങ് ടൈമിൽ. എവിടെ നിന്ന് വേണമെങ്കിൽ പഠിക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലേണിംഗ് മസ്റ്റാണ്. ലേൺ ചെയ്യുക, ഏൺ ചെയ്യുക, അതാണ് നമ്മുടെ സ്ട്രാറ്റജി. ഞാൻ എപ്പോഴും പറയാറുണ്ട്. സോ ഇതൊക്കെ എല്ലാം അപ്കമിങ് ടൈമിൽ പിക്ചർ തന്നെ ക്ലിയർ ആവും. ഞാനത് പറയേണ്ട ആവശ്യമില്ല. ഏത് ടൈം ഫ്രെയിമിലാണ് ഇങ്ങനത്തെ വേവ്സ് കാൽക്കുലേഷൻ, വേവിൻ്റെ ഇക്വാലിറ്റി മോസ്റ്റ്ലി അങ്ങനെ ആയിരിക്കുള്ളൂ. ഓക്കെ, സോ എനിക്കും അതറിയില്ല എങ്ങനെ ആയിരിക്കും. ഓക്കെ, വരുന്ന ഫോൾ നാളെ എങ്ങനെ ആയിരിക്കും എനിക്കും അറിയത്തില്ല. ഫസ്റ്റ് ഇത്ര കുറച്ചേ വരുള്ളൂ, ബിഗ് നല്ല ഹ്യൂജ് വരുമെന്ന് അത് എനിക്കൊന്നും പറയാൻ. നാളെ നമുക്ക് നോക്കാം. എപ്പോഴും റോങ് ആവുക ഇതിൻ്റെ അബവ് 25,660 അബവ് പ്രൈസ് റെഗുലർ സസ്റ്റെയിൻ ആവാൻ തുടങ്ങിയ നാളെ. അങ്ങനെ ദാറ്റ് മീൻസ് ഈ ഫോൾ ഇവിടെ തന്നെ തീർന്നു എന്നാണ്. ABC സ്ട്രക്ചറിൽ മാത്രമേ വന്നുള്ളൂ ഫോൾ. ദാറ്റ് മീൻസ് പ്രൈസ് വീണ്ടും മുകളിലേക്ക് പോകാൻ തുടങ്ങി. ഓക്കെ, സോ അതാണ് നമ്മുടെ ഇതിൻ്റെ അബവ് പോയില്ലെങ്കിൽ നാളെ ഇതിൻ്റെ അബവ് പോകുന്നില്ല. സപ്പോസ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ഇതിൻ്റെ അബവ് പോകണമെങ്കിൽ ദാറ്റ് മീൻസ് താഴേക്ക് കൗണ്ട് ചെയ്ത് തുടങ്ങിയോ, വേഗം 1 minute or 5 minutes വരിക. എന്നിട്ട് ഇവിടെ ഇത് റെസിസ്റ്റൻസ് ആണല്ലോ. സോ ഇവിടെ താഴേക്ക് കൗണ്ട് ചെയ്ത് തുടങ്ങിക്കോ. ഇവിടെ വരെ തുടങ്ങിക്കോ. ദാറ്റ് മീൻസ് ഇവിടെ വരെ പ്രൈസ് താഴേക്ക് ഫോൾ വരും. ഓർ 4th ആണെങ്കിൽ ട്രയാങ്കിൾ പാറ്റേണുള്ള ചാൻസസ് ഉണ്ടാവും. ട്രയാങ്കിളോ 333 ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ടാവും. അതുകൂടി നോക്കണം. സോ താഴെ നിന്ന് മുകളിലേക്ക് എങ്ങനെയാണ്, അതുപോലെ മുകളിൽ നിന്ന് താഴേക്ക് എങ്ങനെ തന്നെ വരുള്ളൂ. ഓക്കെ, ശ്രദ്ധിച്ച് വേണം ട്രേഡ് ചെയ്യാൻ. ഇത്രയ്ക്ക് എക്സ്പ്ലനേഷൻ ഞാൻ തരാറുണ്ട്. നിങ്ങൾക്ക് അത് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. മസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്, മസ്റ്റായിട്ട് ലൈക്കും ചെയ്യണം. ലൈക്ക് വളരെ കുറവാണ്. പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക. ഇത്രയ്ക്ക് എക്സ്പ്ലനേഷൻ നമ്മൾ തരാറുണ്ടല്ലോ. പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. സോ നിഫ്റ്റിയിൽ എനിക്ക് എത്രേ പറയാനുള്ളൂ. ഓക്കെ, നാളെ ഇപ്പോൾ ഞാൻ നോക്കുന്നത് വീക്ക് സൈഡാണ്. താഴേക്ക് ഫോർ ഡൗൺ സൈഡാണ് നോക്കുന്നത്. ബുള്ളിഷ് ഇതിൻ്റെ അബവ് ആവുള്ളൂ, റെഗുലർ സസ്റ്റെയിൻ ആവുള്ളൂ. വെറുതെ പോയിട്ട് തിരിച്ച് വരുവാണെങ്കിൽ ഞാൻ ബുള്ളിഷ് സൈഡ് ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇനി ട്രാപ്പ് ചെയ്യാൻ വേണ്ടി അവർ എന്ത് ചെയ്യും, 61.80 ഫുൾ ലെഗിൻ്റെ അവിടെ വരെ കൊണ്ടുപോയിട്ട് വീണ്ടും കൊണ്ടുവന്ന് ഫോൾ തരുവാണെങ്കിൽ അത് എന്ന് വെച്ചാൽ 333 കറക്ഷൻ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ടാകും. പിന്നെ അങ്ങനെയാണെങ്കിൽ മനസ്സിലായോ, സമയമെടുക്കും, മനസ്സിലാക്കാൻ സമയമെടുക്കും. ഈസി അല്ല. എലിറ്റ് വെച്ച് പോയി സമയം കൊടുക്കുക. കുറച്ചുകൂടി ഈ ഞാൻ ഷെയർ ചെയ്ത വീഡിയോസ്, ലേണിംഗ് വീഡിയോസ് ഇഷ്ടം പോലെ ഉണ്ട് ഇതിനകത്ത്. പഠിക്കുക. ഫോൾഡറിനകത്ത് ഞാൻ പിന്നും ചെയ്തേക്കാം. അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഫർദർ നമുക്ക് ചാർട്ടിൻ്റെ പിക്ചർ ക്ലിയർ ആവും. ഓക്കെ, വേഗം നമുക്ക് ബാങ്ക് നിഫ്റ്റി റിസർച്ച് എടുക്കാം. ബാങ്ക് നിഫ്റ്റി ഇത് എങ്ങനെയാണ് ഒരു മൂവ്, ഇവിടെ നിന്നാണ് ഇവർ ബ്രേക്ക് ഔട്ട് പോലെ തന്നെ കാണിച്ചിട്ടുണ്ട്. നോക്കാം. ബാങ്ക് നിഫ്റ്റി ഇതിൻ്റെ അബവ് മാത്രമേ ബുള്ളിഷ്നെസ് ഉള്ളൂ. ബാങ്ക് നിഫ്റ്റി 333 കറക്ഷൻ്റെ പോലെയാണ് നമുക്ക് തോന്നിയത്. എക്സാക്ട്ലി അത് ഫോളോയും ചെയ്യുന്നുണ്ട്. 333 കറക്ഷൻ്റെ മൂവ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ 1 2 3 4 5 6 നോക്കാം. ബാങ്ക് നിഫ്റ്റി ഇനി ഫർദർ എന്താ ചെയ്യുന്നത് അത് നമുക്ക് നോക്കാം. ഈ ബുള്ളിഷ്നെസ് ഇതിൻ്റെ അബവ് ഉള്ളൂ. 55,665 ഇതിൻ്റെ അബവ് മാത്രമേ ബുള്ളിഷിലേക്ക് പോവുള്ളൂ. വീക്ക്നെസ് ഇതിൻ്റെ ബില്ലുമാണ്. ഓക്കെ, അപ്പോൾ ഇൻ കേസ് നമ്മൾ സപ്പോർട്ട് ചെയ്താണെങ്കിൽ നമ്മൾ 5 minutes ടൈം ഫ്രെയിമിൽ വരിക. അത് കൗണ്ട് ചെയ്യാൻ തുടങ്ങി. ഇവിടുന്ന് ഇങ്ങനെ പോയത് പ്രൈസ് 1 2 3 4 ഇവിടെ ABCയിലാണ് പ്രൈസ് പോയത്. ഡയഗണൽ സ്മോൾ ടൈം ഫ്രെയിമിൽ ABCയിലാണ് പോയേക്കുന്നത്. ഡയഗണൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. സോ മേ ബി ഡൗൺ സൈഡ് തന്നെ വരാൻ ഉള്ള ചാൻസസ് ഉണ്ടാവും ബാങ്ക് നിഫ്റ്റിയിൽ. ഇതിൻ്റെ അബവ് പോവുകയാണെങ്കിൽ മാത്രമേ അപ്പ് സൈഡ് നോക്കുക. അതൊക്കെ ഉണ്ടാവും. സ്മോൾ ടൈം ഫ്രെയിം ഡയഗണലാണ്. ദാറ്റ് മീൻസ് പ്രൈസ് പോയിരിക്കുന്നത് ABC ഡയഗണൽ. സി എപ്പോഴും തേർഡ് വേവിൽ മാത്രമേ എൻഡിങ് ലെവൽ പാറ്റേൺ ഉണ്ടാക്കുകയുള്ളൂ. സി വേവിൽ മാത്രമേ എൻഡിങ് ലെവൽ പാറ്റേൺ ഉണ്ടാക്കുകയുള്ളൂ. തേർഡ് വേവിൽ എൻഡിങ് ലെവൽ പാറ്റേൺ ഫോം ചെയ്യാറില്ല. സോ അതാണ് ഇത്. പ്രൈസ് കണ്ടോ, ABNC ആയി അവിടെ എൻഡിങ് ലെവൽ പാറ്റേൺ ഉണ്ടാക്കി, അല്ലെങ്കിൽ 5th ഉണ്ടാക്കുകയുള്ളൂ. സോ പ്രൈസ് മോസ്റ്റ്ലി ചാൻസസ് താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടാകും.
ഇനി സ്മോൾ ഇതിൻ്റെ ഇത് ഈ ഒരു ഏരിയ സപ്പോർട്ടാണ്. ഇത് ബ്രേക്ക് ഡൗൺ ആയ കൂടുതൽ ഡൗൺ സൈഡ് നമുക്ക് കിട്ടും. ഓക്കെ, എങ്ങനെ പ്ലേ ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അറിയില്ലെങ്കിൽ പഴയ വീഡിയോസ് നോക്കണം, അപ്പോഴേ അത് പിടി കിട്ടുള്ളൂ. ഓക്കെ, എങ്ങനെ താഴേക്ക് നമ്മൾ ABC സ്ട്രക്ചറിൽ താഴേക്ക് ഇനി ഫോൾ വരുള്ളൂ, അതങ്ങനെ നോക്കുക. കൂടുതൽ എക്സ്പ്ലനേഷൻ ഞാൻ പല ഇൻഡെക്സിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ തന്നെ വീഡിയോ ഒരു 15-20 മിനിറ്റ്സ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇനി അത് ലോങ് ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ ആയി പോകും. സോ കൂടുതൽ എക്സ്പ്ലനേഷൻ എനിക്കൊന്നും തരാനില്ല. ഇനി നമുക്ക് വേഗം ഇതിലേക്ക് നോക്കാം, സെൻസെക്സിലേക്ക്. സെൻസെക്സ് നിഫ്റ്റിയുടെ പോലെ തന്നെ സ്ട്രക്ചർ, അങ്ങനെ തന്നെ ഞാൻ ഇതിൽ ഡിലീറ്റ് ചെയ്യുന്നു, വേറെ അതൊന്നുമില്ല. ഫോർ ദ ഡൗൺ സൈഡ് ഇതിൻ്റെ ബിലോ. ഓക്കെ, ഇനി അപ്പ് സൈഡ് ഇതിൻ്റെ അബവ്, ഇത് ഡിലീറ്റ് ചെയ്യാം. യെസ്, നമുക്ക് ഇനി നോക്കാനുള്ളത് സെൻസെക്സിൽ എന്താണ് ഈ ഫുള്ള് ബൗൺസ് വന്നേക്കുന്നത് എങ്ങനെയാണ്. ഓക്കെ, ബൗൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 50% സ്റ്റിൽ ഇനി മുകളിലാണ് കേട്ടോ. സോ മേ ബി ട്രാപ്പ് ചെയ്യാനാണെങ്കിൽ ഇതിൻ്റെ അബവ് പോകാൻ പാടില്ല. ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസ്. ഓക്കെ, 5th മറ്റേ ഇതാണെങ്കിൽ 4th ബൗൺസ് ആണെങ്കിൽ ഇതിൻ്റെ അബവ് പോകാൻ പാടില്ല. ഓക്കെ, അതാണ് ഇതിൻ്റെ റെസിസ്റ്റൻസ്. സപ്പോർട്ട് ഓൾറെഡി നമ്മുടെ ഇതാണ് ഇതിൻ്റെ. ഓക്കെ, പിന്നെ താഴത്തെ ടാർഗറ്റ് എടുക്കാനാണെങ്കിൽ ഈ സമയത്ത് ഇതിൻ്റെ ഹൈ ഇതാണ്. ഓക്കെ, ഇൻ കേസ് അവിടെ വരെ പോവുകയാണെങ്കിൽ അവിടെ നിന്ന് വേണം താഴേക്ക് ചെക്ക് ചെയ്യാൻ കേട്ടോ. സെൻസെക്സിൽ ഇതിൻ്റെ അബവ് സസ്റ്റെയിൻ ആയ റെഗുലർ ബുള്ളിഷിലേക്ക് പോവാം. 82,450 അബവ്. ഓക്കെ, പോവുകയാണെങ്കിൽ മാത്രമേ, സസ്റ്റെയിൻ ആവുകയാണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ വീക്ക്നെസ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ബ്രേക്ക് ഔട്ട് എപ്പോൾ വരിക, ഇൻ കേസ് ബോത്ത് ഇൻഡെക്സിലാണെങ്കിൽ നിഫ്റ്റി ആയാലും സെൻസെക്സ്, ഇതിൻ്റെ ട്രെൻഡ് ലൈൻ, ഈ ഒരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. ഇതിൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ ആവുകയാണെങ്കിൽ മാത്രമേ ബ്രേക്ക് ഔട്ട് വരുന്നു. ദാറ്റ് മീൻസ് ഫോർ ദ നെക്സ്റ്റ് അപ്പ് സൈഡ് മൂവ് നമ്മൾ സ്റ്റാർട്ട് ആകുന്നു. ഓക്കെ, ഈ ഒരു ബ്ലാക്ക് ട്രെൻഡ് ലൈൻ. അല്ലെങ്കിൽ വീണ്ടും റിജക്ഷൻ എടുത്തിട്ട് ട്രാപ്പ് ചെയ്യാനുള്ള പരിപാടി ഉണ്ടാവും, ശ്രദ്ധിക്കാം. ഈസി അല്ല ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് തരാൻ. ഓക്കെ, നിഫ്റ്റി മിഡ് ക്യാപ്സിൽ ചാനലിൻ്റെ ബ്രേക്ക് ഡൗൺ ആയി. വെരി ഗുഡ്. കുറേ ദിവസമായിട്ട് ചാനലിനകത്ത് ഉണ്ടായിരുന്നു, അതിൻ്റെ ബ്രേക്ക് ഡൗൺ ആയി. ഓക്കെ, ഇനി ഇതിനകത്ത് ഇനി മറ്റേ ഹൈ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ഈ ഇതിനെ ഫർദർ ലെവൽസ് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ഇനി യെസ്, ഫ്രം ഹിയർ ടു ഇതുവരെ ഫുള്ള് നമ്മുടെ ഇനി വരുന്ന ഫോളോ ചെയ്തായിരിക്കും 4th. ഓക്കെ, സോ ഇതാണ് ഫർദർ ലെവൽസ്. 50% ആൻഡ് 61.80%, രണ്ട് റേഷ്യോ ഇതിനകത്ത് ഞാൻ മാർക്ക് ചെയ്തു. എപ്പോഴും തേർഡ് വേവ് എക്സ്റ്റൻഷനിലാണെങ്കിൽ മാക്സിമം ഫോൾ 50% വരാവുള്ളൂ. ഇതൊരു റൂളാണ്. 61.80 വരാം, ബട്ട് മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് 50% ഇത് റിവേഴ്സ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, സോ ഇതിനകത്ത് എനിക്ക് ഇത്ര ഇനി പറയാനുള്ളതാണ്. സോ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച്.